ഒന്ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഏറെ ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടേക്ക് കരൂർ മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് എത്തും. അവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് തന്നെ മുഖ്യമന്ത്രി വിലയിരുത്തും എന്നുള്ളതാണ്. അത് മാത്രമല്ല ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി 10 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകും. ദുരന്തത്തിൽ ഇരയായവർക്കും കുടുംബങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നത് ചോദിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊരു അന്വേഷണ കമ്മീഷനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. ഈ ഒരു ദുരന്തം അന്വേഷിക്കുവാനായി റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശൻ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപകടം ഹൃദയഭേദകമെന്ന് അനുശോചിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അപകടത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കണം, അവർക്ക് വേണ്ട സഹായം ചെയ്യണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലാണ് ഏറെ നിർണായകമായിരിക്കുന്നത്. അവിടെ എം കെ സ്റ്റാലിൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേരുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രി കരൂരിലേക്ക് തിരിക്കും. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തും. പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില വിലയിരുത്തും എന്നുള്ളതാണ്. ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല മന്ത്രിമാരായ സെന്തിൽ ബാലാജിക്കും മാ സുബ്രഹ്മണ്യത്തിനും നൽകിയിരിക്കുകയാണ്. അവർ നിലവിൽ ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഉണ്ട്. ഗൗതം ആമ്രകുഞ്ചമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, എന്തായാലും DMK സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിവേഗം ദ്രുതഗതിയിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി ഇന്ന് തന്നെ ഇവിടേക്ക് എത്തും, പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കും, കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തും, അന്വേഷണ കമ്മീഷനെ അടക്കം നിയോഗിച്ചിട്ടും ഉണ്ട്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും സ്വാതി, ഏറ്റവും അടിയന്തരമായ ഘട്ടത്തിൽ തന്നെ അടിയന്തരമായ രീതിയിൽ തന്നെ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ എല്ലാ നടപടികളും വേഗത്തിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, നാളെ കരൂരിൽ എത്തുമെന്നാണ് ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റി ഇന്ന് തന്നെ കരൂരിൽ എത്താനുള്ള തീരുമാനത്തിലേക്കും MK സ്റ്റാലിൻ എത്തിയിരിക്കുന്നു. അതായത് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം, നടപടികൾ എത്രയും വേഗത്തിലുണ്ടാകണം. ഈ ദുരന്തത്തെ അതിജീവിക്കാൻ ഒരു നിമിഷം പോലും വൈകിപ്പിക്കാൻ കഴിയില്ല. ദുരന്തത്തിന് കാരണക്കാരായ ർക്കെതിരെയുള്ള നടപടികളിലേക്കും യാതൊരു തരത്തിലുള്ള സമയവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഈ അപകടം നടന്നതിന് പിന്നാലെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളിലൊക്കെ തന്നെ എന്താണ് സത്യം എന്നത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിലേറ്റവും നിർണായകരമായ കാര്യം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നത് തന്നെയാണ്. അന്വേഷണ കമ്മീഷണറായി റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശൻ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് അരുണ ജഗദീശന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു കരൂർ ദുരന്തത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദുരന്തത്തിന്റെ കാരണം എന്ത്, എവിടെയാണ് പിഴവ് സംഭവിച്ചത്, ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം തുടങ്ങിയ കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. മറുവശത്ത് അപകടം ബാധിക്കപ്പെട്ടവർക്ക് വേണ്ട ചികിത്സാ സഹായം, അതോടൊപ്പം തന്നെ അവർക്കുള്ള ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ അപകടത്തിൽ മരണപ്പെട്ട 40 പേർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായവും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് 1 ലക്ഷം രൂപ ധനസഹായവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോട്, അനുഭാവികളോട് ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ സിനിമ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അവർ എല്ലാവരും തന്നെ ഈ ദുരന്തത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും പെട്ടെന്നുള്ള അതിജീവനത്തിനുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ദേശീയ തലത്തിലും ഇതിനകത്ത് ഈ ദുരന്തത്തെ സംബന്ധിച്ചുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമിത്ഷായും പ്രധാനമന്ത്രിയും ആദ്യഘട്ടത്തിൽ തന്നെ അനുശോചനം രേഖപ്പെടുത്തുകയും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ, പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാതി, എന്തായാലും നിർണായകമായിട്ടുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സർക്കാർ വേഗം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി കരൂരിലേക്ക് തിരിക്കും. നിലവിൽ സെക്രട്ടേറിയറ്റിൽ മറ്റു ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ യോഗം ചേരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുകയാണ്. ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവർക്ക്